ഇന്നലെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് കേശാലിറ്റിയിലുണ്ടായ അത്യാഹിതമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാ ചാനലുകളും നിങ്ങളിതൊക്കെ കണ്ടിട്ടുണ്ടാവും, എങ്കിലും ഞാൻ എൻ്റെ ചാനലിൽ നിന്ന് കാണിക്കുകയാണ്. ഇപ്പോൾ വരുന്ന വാർത്തകളൊക്കെ 5 രോഗികൾ മരിച്ചിട്ടുണ്ട്. അതിനെപ്പറ്റിയുള്ള സംശയങ്ങളൊക്കെയാണ് ഉള്ളത്. രോഗികൾ ഇതുമൂലമാണ് മരിച്ചത് ഒക്കെയാണ് ഇപ്പം സംശയമുള്ളത്. ഏതായാലും ആരോഗ്യമന്ത്രി സ്ഥലത്തെത്തിയിട്ടുണ്ട്. താൽക്കാലികമായി കേശാലിറ്റി ബീച്ച് ആശുപത്രിയിൽ ആണിപ്പോൾ പ്രവർത്തിക്കുന്നത്. ഇങ്ങനത്തെ അപകടങ്ങളൊന്നും ഇല്ലാതിരിക്കട്ടെ. കാരണം രോഗികൾ പല രോഗങ്ങളും വന്നിട്ടാണ് ഇവിടെ രോഗികൾ വരുന്നത്. അപ്പോൾ ഇങ്ങനത്തെ അത്യാഹിതം ഉണ്ടാകുമ്പോൾ എന്താ ചെയ്യേണ്ടത്, എങ്ങനെ ചെയ്യേണ്ടത് പെട്ടെന്നൊരു പിടുത്തം ആർക്കും കിട്ടില്ല. ഇങ്ങനത്തെ അപകടങ്ങളൊക്കെ ഇങ്ങനത്തെ അപകടങ്ങളൊക്കെ ഇല്ലാതിരിക്കാൻ നമ്മൾ ശ്രമിക്കണം. അതിനെന്താ കാരണം എന്ന് കണ്ടെത്തി അങ്ങനത്തെ അപകടമൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കേണ്ടത്, ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ആണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം പല നിലക്കുള്ള രോഗികളാണല്ലോ ഇവിടെ ഉണ്ടാവുക, അതും അത്യാഹിത വിഭാഗമല്ലേ. പെട്ടെന്ന് എങ്ങോട്ടാണ് പോകേണ്ടത് ഒന്നും മനസ്സിലാവില്ല. കാരണം എല്ലാം ഈ ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാ ആധുനിക സൗകര്യങ്ങളുള്ള ഒരു അത്യാഹിത വിഭാഗമാണിത്. ആദ്യം കേശാലിറ്റി കുറച്ച് അപ്പുറത്തായിരുന്നു, ഇപ്പം ഇങ്ങോട്ട് മാറ്റിയതിനു ശേഷം ഇത് എല്ലാ ആധുനിക സജ്ജീകരണങ്ങളും ഇവിടെ ഉണ്ട്. എന്നിട്ട് ഇങ്ങനെ സംഭവിക്കാമെന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ എന്തോ ഒരു പോരായ്മ എവിടെ ഉണ്ടാവാം. അതൊക്കെ അന്വേഷിച്ച് കണ്ടെത്തണം എന്നാണ് എൻ്റെ അഭിപ്രായം. സ്വകാര്യ ആശുപത്രിയിലേക്കാണ് രോഗികളൊക്കെ മാറ്റിയിട്ടുള്ളത്. അവർക്ക് സ്ഥിതി എന്താണെന്ന് അറിയില്ല. കാരണം നമ്മൾ വാർത്ത കേൾക്കുന്നുണ്ട് അവിടെയൊക്കെ ഭയങ്കര ബില്ലാണ് വരുന്നതൊന്നും, അത് ഗവൺമെൻറ് വഹിക്കണം എന്നൊക്കെയുള്ള വാർത്തകൾ കേൾക്കുന്നുണ്ട്. എൻ്റെ അഭിപ്രായം അത് തന്നെയാണ്, അവർക്ക് ഗവൺമെൻറ് വഹിക്കണം രോഗികളുടെ എല്ലാ ചിലവുകളും.